നമ്മളൊരു ചായയൊക്കെ ആയിട്ട് ഫ്രണ്ട്സിനോട് കൂടുമ്പോഴായിരിക്കും നമ്മുടെ ഈ ലൈഫിലെ ഫിലോസഫിയൊക്കെ കാണുന്നത്. നമ്മളിരുന്ന് കുറേ ചിന്തിക്കും, കുറേ ചർച്ച ചെയ്യും, ഈ ഇൻസൈറ്റ്സും അഡ്വൈസും ഒക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പുറത്ത് വരും. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ ലൈഫിലാണെങ്കിലും അഡ്വൈസസ്, ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിലാണ് ഇപ്പോൾ ഒരു പഞ്ഞമില്ല. നമ്മൾ ChatGPT ഇൻസൈറ്റ്സ് കിട്ടുന്നു, നമ്മൾ യൂട്യൂബിൽ നിന്ന് ഇൻസൈറ്റ്സ്, റീൽ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ അവിടെ ഇൻഫോർടൈൻമെൻറ്റ് വരുന്നു, ഇൻഫർമേഷൻ വരുന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങളോട് വന്നിങ്ങനെ ഇൻഫർമേഷനൊക്കെ തരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു മനസ്സിലാക്കേണ്ട സംഭവം, നമുക്കൊരു ഇൻഫർമേഷൻ ആക്ഷൻ ആക്കണമെങ്കിൽ അവിടെ നമ്മുടേതായിട്ടുള്ള ഒരു ട്വീക്ക് നടത്തണം. ട്വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ആ ഇൻഫർമേഷൻ നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ, അൽഗോരിതമൊക്കെ വെച്ചാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്, അത് നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ തന്നെ അത് ഭയങ്കര ഇൻഫോർടൈൻമെൻറ്റ് പോലെ ആയിരിക്കണം, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആയിരിക്കണം കൂടുതൽ. അപ്പോൾ നമ്മുടെ അടുത്തെത്തി കഴിയുമ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ജനറൽ ആയിരിക്കും. ഇപ്പം ഒരു വൈഡ് ഓഡിയൻസിന് കണക്റ്റ് ആവുന്ന ഒരു ഇൻഫർമേഷനായി നമ്മുടെ അടുത്ത് എത്തുന്നത്. ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഓക്കെ കൊള്ളാം, ഇത് വേറെ പെർസ്പെക്റ്റീവ്, വേറെ ലെവൽ, നമ്മളെ ഇമോഷണൽ ടച്ച് ചെയ്യുന്നു, ഓക്കെ കുക്ക് ചെയ്യുന്നു, എല്ലാ പരിപാടിയുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ എത്രത്തോളം പ്രായോഗികമാകുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്ടംപോലെ കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ ആക്ഷനബിളാക്കി മാറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഉണ്ടാക്കേണ്ട ഒരു മെൻ്റൽ മോഡൽ. അതായിരിക്കും നമ്മുടെ ഈ ലൈഫിൽ കിട്ടുന്ന ഓവറായിട്ടുള്ള ഇൻഫർമേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കേണ്ട ആ ഒരു ബ്രിഡ്ജ്. സോ അത് ഞാൻ പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്യാം.